ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇതിൽ നമ്മൾ ഐസോമറിസം ഡിസ്കസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വരുന്ന ലെറ്റ്സ് അസസ് എന്നുള്ള ആ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ടും ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. രണ്ടും കാണുമ്പോൾ വ്യത്യാസമുണ്ട് അല്ലേ? ഇനി രണ്ടും തമ്മിലുള്ള സാമ്യം എന്തൊക്കെയെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? രണ്ടും OH ഗ്രൂപ്പാണ് വരുന്നത്. അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ തന്മാത്രാവാക്യം ഒന്ന് എഴുതിയാലോ. അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ത് വരും? C3H8O അല്ലേ? കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ നമ്പേഴ്സ് കൂട്ടി എഴുതുക, പിന്നെ ഓക്സിജനും എഴുതുക. അതേപോലെ തന്നെ ഇവിടെ C3H8O എന്നാണ്. അപ്പം രണ്ടിന് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, രണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുലയും സെയിം ആണ്. അപ്പം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട് അല്ലേ? അതായത് ഇതിൽ ആദ്യത്തെ കോമ്പൗണ്ടിൽ ആദ്യത്തെ കാർബണിലാണ് നമ്മുടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണിലാണ് അല്ലെങ്കിൽ നടുക്കത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം അത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംയുക്തങ്ങളെ, അതായത് ഒരേ തന്മാത്രാവാക്യവും എന്നാൽ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയും, ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. ഇതുപോലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഐസോമേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇവ രണ്ടും ഐസോമേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐസോമറിൻ്റെ ഒരു ഡെഫിനീഷൻ തന്നിട്ടുണ്ട്. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. തന്മാത്രാവാക്യം അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല രണ്ടും സെയിം ആണ്, പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെൻ്റ് ആണ്. ഭൗതിക രാസഗുണങ്ങൾ, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് പറയുക. ഈ പ്രതിഭാസത്തെ ഐസോമറിസം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിനോമിനനെ നമ്മൾ എന്ത് പറയുന്നു? ഐസോമറിസം. ഇനി ഇവിടെ രണ്ട് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഐസോമറുകളാണോ എന്ന് ആദ്യം പരിശോധിക്കാം. ആദ്യത്തേതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാം. C4H9 അല്ലേ? C4H9 അല്ല കേട്ടോ, C4H10 ആണ്. ഇനി ഇവിടെയോ? ഇവിടെയും C4H10 തന്നെയാണ് അല്ലേ? ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. ഇവിടെ 4 കാർബൺ ആറ്റംസ് ഒരു ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ നടുക്കത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു CH3 ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. അതായത് ഒരു കാർബൺ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു CH3 ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരു CH3 ഗ്രൂപ്പ് ഇവിടെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇനി നമുക്കിതിന്റെ IUPAC നാമം ഒന്ന് എഴുതി നോക്കിയാലോ. ആദ്യത്തതിന്റെ IUPAC നാമം എന്ത് വരും? 4 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ബ്യൂട്ടൈൻ എന്ന് കൊടുക്കും. ഇനി രണ്ടാമത്തതിനോ നമുക്ക് നമ്പർ ചെയ്യണം അല്ലേ കാർബൺ ആറ്റംസിന്. അപ്പം സെക്കൻഡ് കാർബണിൽ ഏത് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്? ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2-മീഥൈൽ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അതുകൊണ്ട് പ്രൊപ്പെയിൻ. അപ്പോൾ ഈ രണ്ട് സംയുക്തങ്ങൾ ഐസോമറുകളാണ് നമുക്ക് മനസ്സിലായി. അത് എന്ത് തരം ഐസോമറുകളാണ്? ഒരേ തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമാണ് ആയ സംയുക്തങ്ങളാണ് ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരേ തന്മാത്രാവാക്യമാണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ചെയിൻ ഘടനയിൽ അവിടെ വ്യത്യസ്തമാണ് അല്ലേ? ഇങ്ങനെയുള്ള ഐസോമറുകളെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 113 ആണ് കേട്ടോ ഇത്.
അതിലൊരു ചോദ്യമുണ്ട് CH3CH2OH CH3OCH3 ഇവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഇവിടെ ആൽക്കഹോൾ ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ സംയുക്തത്തിലോ അതൊരു ഈതർ ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് പറയാം ഒരു ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് എന്ന് പറയാം. ആൽക്കോക്സി ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവയുടെ തന്മാത്രാവാക്യം എഴുതൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം എഴുതാം. അത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ സംയുക്തത്തിന്റെ തന്മാത്രാവാക്യം എന്ത് വരും? C2H6O. രണ്ടാമത്തെ സംയുക്തത്തിന്റെയും C2H6O എന്ന് തന്നെയാണ് മോളിക്കുലാർ ഫോർമുല. ഇനി ഇതിന്റെ IUPAC നാമം എഴുതാം. ഒന്നാമത്തെ സംയുക്തത്തിന്റെ നാമം എന്ത് വരും? OH ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ഗ്രൂപ്പാണ് അല്ലെ. അപ്പോൾ 2 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് വരും? എത്തനോൾ എന്ന് വരും. രണ്ടാമത്തെ സംയുക്തത്തിന്റെ പേരെന്താണ്? ഒരു ഓക്സി ഗ്രൂപ്പിന്റെ അപ്പുറം ഇപ്പുറം മീഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പേരിടും? മീത്തോക്സി മീഥൈൻ. ഇനി നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരേ തന്മാത്രാവാക്യമാണ്, സെയിം മോളിക്കുലർ ഫോർമുല, ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ഇവിടെ ഡിഫറെന്റ് വരുന്നത്. ഇവിടെ ആൽക്കഹോൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പാണ് വരുന്നത് അല്ലെ. ഈതർ ആണ് ഈ ഒരു സംയുക്തം എന്ന് പറയുന്നത്, ഒരു ഈതർ ആണ്, ഇതൊരു ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പൊ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്സ് ഓഫ് ഐസോമർ ആണെന്ന് വ്യക്തമായല്ലോ. ഇങ്ങനെയുള്ള ഐസോമറുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ നമുക്ക് നോക്കാം. സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയെങ്കിലും അവയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമെങ്കിൽ അവ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായല്ലോ? തന്മാത്രാവാക്യങ്ങൾ ഒന്ന് തന്നെയാണ്, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവ എന്ത് അറിയപ്പെടുന്നു? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ 2 സംയുക്തങ്ങൾ നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തതാണ് അല്ലെ. ഐസോമറുകളാണ് നമുക്ക് വ്യക്തമായി. ഇത് എന്ത് തരം ഐസോമറുകളാണെന്ന് അറിയണ്ടേ? ഫസ്റ്റ് നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് കോമ്പൗണ്ടില് ഈ OH ഗ്രൂപ്പാണ് രണ്ടിലും OH ഗ്രൂപ്പ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ നമ്പർ ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ കേസിൽ 1, 2, ഒന്നാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കേസിലോ 1, 2, 3 സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നെയിമിംഗ് ഒന്ന് ചെയ്താലോ? IUPAC നെയിമിംഗ് എന്ത് വരും? ഇതൊരു 3 കാർബൺ ചെയിൻ ആണ് അല്ലെ. 3 കാർബൺസ് ആറ്റംസ് ഉള്ള ഒരു ചെയിൻ ആണ്. അപ്പൊ നമുക്ക് വേർഡ് റൂട്ട് പ്രൊപ്പൻ എന്ന് വരും. ഒന്നാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ് വരുന്നത്, അതുകൊണ്ട് 1 ഓൾ എന്ന് വരും. ഇനി സെക്കൻഡ് കോമ്പൗണ്ടിന്റെ കേസോ 3 കാർബൺ ഉള്ള ഒരു ചെയിൻ ആയതുകൊണ്ട് പ്രൊപ്പൻ, സെക്കൻഡ് കാർബണിലാണ് OH ഗ്രൂപ്പ് വരുന്നത്, അതുകൊണ്ട് 2 ഓൾ എന്ന് പേര് വരും. അതായത് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ സ്ഥാനസംഖ്യ വ്യത്യസ്തമാണ് അല്ലെ. ഇവിടെ ഒന്നാമത്തെ കാർബണിലാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കാർബണിൽ, അതായത് കാർബണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആണ്. ഈ ടൈപ്സ് ഓഫ് ഐസോമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, ഒരേ തന്മാത്രാവാക്യവും, രണ്ടിലെ തന്മാത്രാവാക്യം സെയിം ആണ് അല്ലെ. ഒരേ തന്മാത്രാവാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും ഉള്ള 2 സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമാണെങ്കിൽ അവ പൊസിഷൻ ഐസോമറുകൾ ആണ് അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമാണ് ഡിഫറെന്റ്. ഫങ്ഷണൽ ഗ്രൂപ്പ് കാണുമ്പോൾ ചാടി കയറിയിട്ട് ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് എഴുതരുത് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം വ്യത്യസ്തമായതുകൊണ്ട് അവയെ നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 114 കേട്ടോ. അത് നോക്കിക്കേ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. CH3CH2CH2Cl ഈ സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറുകൾ എഴുതി നോക്കൂ. ഒന്ന് എഴുതി നോക്കിയാലോ?
അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് കേട്ടോ. ഇതിന്റെ പൊസിഷൻ ഐസോമർ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിനെ നമ്പർ ചെയ്യാം. 2, 3. അപ്പം ഇവിടെ ഒന്നാമത്തെ കാർബണിലാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഐസോമർ എന്ത് വരും? ഇത് രണ്ടാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്ത് വരും അല്ലേ? അപ്പം ഇങ്ങനെ വരും CH3 CH ഈ CHൽ ക്ലോറിൻ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, അതായത് മൂന്നാമത്തെ കാർബണിൽ വന്നുകൂടെയെന്ന്. ഇതിപ്പോ 1, 2, 3 ഇങ്ങനെയാണല്ലോ നമ്പർ വരുന്നത്. മൂന്നാമത്തെ കാർബണിൽ വന്നുകൂടെയെന്ന്. അപ്പോൾ വ്യത്യസ്തമാവില്ലേ? ചോദ്യം വരും. വ്യത്യസ്തമാവുമോ? നമുക്കൊന്ന് എഴുതി നോക്കാം. Cl CH2 CH2 CH3 ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ നമ്പറിങ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ പേരൊന്ന് എഴുതി നോക്കാം. ഇതിന്റെ പേരെന്താണ്? ഹാലോ ഗ്രൂപ്പാണ് വന്നത്, ഹാലജൻ ഗ്രൂപ്പാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് കൊടുക്കാം അല്ലെ? ഒന്നാമത്തെ കാർബണിൽ ക്ലോറിൻ വന്നതുകൊണ്ട് 1 എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് കോമ്പൗണ്ടിന്റെ നെയിം എന്ത് വരും? രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ വരുന്നത്, അതുകൊണ്ട് 2 ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് വരും. ഓക്കെ. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ടിനെ ഇതിനൊന്ന് നമ്പർ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ക്ലോറിൻ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ കാർബണിലെ ലീസ്റ്റ് നമ്പർ വരണം അല്ലേ? അപ്പൊ നമ്പറിങ് നമുക്ക് ലെഫ്റ്റിൽ നിന്നല്ലേ ചെയ്യേണ്ടത്? 1, 2, 3 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുക. അപ്പം ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ. ഇതിന്റെ പേരെന്ത് വരും? ക്ലോറോ, ഒന്നാമത്തെ കാർബണിലാണ് അല്ലെ ക്ലോറിൻ ഉള്ളത്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? ക്ലോറോ പ്രൊപ്പെയിൻ. ഇപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെയും മൂന്നാമത്തെയും കോമ്പൗണ്ട്സ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 1ഉം 3ഉം സെയിം ആണ്. അതുകൊണ്ട് ഇതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് 2 തന്നെ വരുള്ളൂ. ഈ ക്ലോറോ പ്രൊപ്പെയിന് 2 പൊസിഷൻ ഐസോമേഴ്സേ വരുള്ളൂ. ഒന്ന് 1 ക്ലോറോ പ്രൊപ്പെയിനും ഒന്ന് 2 ക്ലോറോ പ്രൊപ്പെയിനും. ക്ലിയർ ആയല്ലോ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ പരിശോധിച്ച് ഇവയിലെ ഐസോമർ ജോഡികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതൂ. അവ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്? അപ്പൊ നമുക്കൊരു 6 കോമ്പൗണ്ട്സിന്റെ പേര്, സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഐസോമേഴ്സ് എന്ന് കണ്ടുപിടിക്കണം. ഐസോമർ പെയേഴ്സ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ ഒക്കെ മോളിക്കുലർ ഫോർമുല എന്ന് എഴുതി നോക്കുക. അപ്പൊ നമുക്കറിയാലോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിലിപ്പോ സെയിം മോളിക്കുലർ ഫോർമുല വരുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 1 വരുന്നുണ്ട്, തേർഡ് 1 വരുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇനി വേറെ ഏത് പെയറാ വരുന്നത്? 5th 1ഉം 6th 1ഉം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് രണ്ടുമാണ് ഐസോമർ ജോഡികൾ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഏത് ഐസോമേഴ്സ് ആണെന്ന് നോക്കിയാലോ? 1ലും 3ലും കാർബണിന്റെ ചെയിന് വ്യത്യസ്തമാണ് അല്ലെ? ചെയിൻ ഘടനയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 1 and 3 എന്ന് പറയുന്നത് ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇനി 5th 1 6th 1 5ഉം 6ഉം ഏത് ഐസോമേഴ്സ് ആണ്? ഒന്നാമത്തെ അതിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാന്ന് നോക്കുക. OH ഗ്രൂപ്പാണ് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. 6th 1ഓ O, അതായത് ഒരു ഈതർ ആണത് അല്ലെ? ഒരു ആൽക്കോക്സി ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് ഏത് തരം ഐസോമേഴ്സ് ആണ്? 5ഉം 6ഉം ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. സെയിം മോളിക്കുലർ ഫോർമുലയാണ് താനും അല്ലെ? അപ്പൊ ഇത് എന്ത് ഐസോമേഴ്സ് ആണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഇനി ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു സംയുക്തത്തിന് എത്ര പൊസിഷൻ ഐസോമറുകൾ സാധ്യമാണ്? ഓക്കെ. അപ്പൊ നമുക്ക് ഈ സംയുക്തം ഒന്ന് എഴുതി നോക്കാം. CH3 CH2 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 OH. ഓക്കെ. അപ്പോൾ 1 2 3 4 5 5 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? അതിലൊരു
ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് പൊസിഷൻ ഐസോമേഴ്സ് ആണ് ചോദിക്കുന്നത്. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ട് എഴുതാം CH2 CHOH CH3 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇതൊരു പൊസിഷൻ ഐസോമറാണ്. ഇനി മൂന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം എഴുതാം CH3 CH2 CHOH CH2 CH3. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺ ആറ്റത്തിൽ OH അറ്റാച്ച് ചെയ്തിട്ടുള്ള 3 ഐസോമറുകൾ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു സംയുക്തത്തിന് എത്ര പൊസിഷൻ ഐസോമറുകൾ സാധ്യമാണ്? 3 പൊസിഷൻ ഐസോമറുകൾ സാധ്യമാണ് അല്ലേ? ഇനി ഇവിടെയും ഈ കാർബണിലും വന്നൂടെ എന്ന് സംശയം വരുന്നുണ്ടോ? എന്താണ് നമ്മൾ അങ്ങനെ എഴുതാത്തതിന് കാരണം? കാരണം ഈ OH ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നടുക്ക് വരുന്ന OH ഈ ഒരു കാർബണിൽ വന്നു കഴിഞ്ഞാൽ ഈ കാർബണിന്റെ നമ്പർ 2 ആവുമല്ലോ. കാരണം OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിൽ നമ്മൾ ലീസ്റ്റ് നമ്പർ കൊടുക്കണം. അപ്പം നമ്മൾ അതിന് ലെഫ്റ്റിൽ നിന്ന് നമ്പറിങ് ചെയ്യണം. അതായത് 1 2 3 ഇതുപോലെ നമ്പർ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടി, നമ്മൾ ആദ്യം രണ്ടാമത് ചെയ്തിരിക്കുന്ന സെയിം കോമ്പൗണ്ട് നമുക്ക് ഇവിടെയും കിട്ടും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് എഴുതാത്തത്. അപ്പം OH ഗ്രൂപ്പ് അല്ലെങ്കിൽ CH3 CH2 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 OH ഈ ഒരു സംയുക്തത്തിന് ആകെ 3 പൊസിഷൻ ഐസോമറുകളെ സാധ്യമായിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 മറ്റൊരു ചോദ്യമാണ് CH3 CH2 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 CH3 എന്ന സംയുക്തത്തിന് എത്ര ചെയിൻ ഐസോമറുകൾ സാധ്യമാണ്? എഴുതി നോക്കൂ. അപ്പം നമുക്ക് ഈ കോമ്പൗണ്ട് ഒന്ന് എഴുതി നോക്കാം. CH2 CH2 CH3. അപ്പം എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ഇതിൽ? 4 5 6 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ? അതിൽ ചെയിൻ ഐസോമറുകളാണ്, അതായത് ചെയിനിൽ വ്യത്യാസം വരും. അപ്പം നമുക്ക് ഒരു ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ ഒന്ന് എഴുതി നോക്കാം. ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ വരുമ്പോൾ ഇതിൽ 6 കാർബൺസ് ചെയിനായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ചഡ് ആകുമ്പോൾ എന്താണ്? ഒരു 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ബ്രാഞ്ച് നമുക്ക് മെയിൻ ചെയിൻ നമുക്ക് എഴുതാം. അതിൽ ഏതെങ്കിലും ഒരു കാർബണിൽ ഒരു ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ഓരോ കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹൈഡ്രജൻ എഴുതാം. CH2 ഇവിടെ 3 ബോണ്ട് ഉണ്ട് ഓൾറെഡി, അതുകൊണ്ട് ഇവിടെ CH വരും. ബ്രാഞ്ച് വരുന്നതിൽ ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് 3 ഹൈഡ്രജൻ. ഇവിടെ അറ്റത്ത് 3 ഹൈഡ്രജൻ. ഓക്കെ, അപ്പം ഇത് ഒരു പൊസിഷൻ ഐസോമർ ആണ്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പൊസിഷൻ അല്ല, ചെയിൻ ഐസോമർ ആണ്. ഇനി 2 എണ്ണമൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 4 എണ്ണം നമുക്ക് മെയിൻ ചെയിനായിട്ട് എഴുതാം. 3 4. അതിലെ ഒരു കാർബണിൽ 2 ബ്രാഞ്ച് വരുന്ന രീതിയിൽ ഒന്ന് എഴുതി നോക്കാം. മൊത്തം 6 കാർബൺ വേണമല്ലോ. അപ്പം ഇതിലും ഓരോ ബ്രാഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇനി അറ്റത്ത് കിടക്കുന്ന കാർബൺ ആറ്റത്തിൽ CH3 3 ഹൈഡ്രജൻ വരും. ഇനി ഈ 2 ബ്രാഞ്ച് വന്നിട്ടുള്ള കാർബൺ ആറ്റത്തിൽ വേറെ ഹൈഡ്രജൻ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം 4 വാലൻസി ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഇനി ഈ കാർബണിൽ 3 ഹൈഡ്രജൻ, ഇവിടെയും 3 ഹൈഡ്രജൻ, ഇവിടെ 2, ഇവിടെ 3. ഇനി നമുക്ക് സംശയം തീർക്കാൻ അതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കണോ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സംയുക്തത്തിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C6H14 ആണ്. ഇനി 2 3 അതന്നെയാണോ നമുക്ക് നോക്കാം. 6 കാർബൺ ആറ്റംസ് ഉണ്ടോ? 1 2 3 4 5 6. യെസ്, 6 കാർബൺ ആറ്റംസ്. ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം നോക്കിക്കേ. 3 5 7 8 11 40. C6H14. ഇവിടെയോ? ഇവിടെയും 6 കാർബൺ ആറ്റം അല്ലേ? 1 2 3 4 5 6 6 കാർബൺ ആറ്റം. C6H3
6, 9, 11, 14, C6H14. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം മോളിക്കുലർ ഫോർമുല കിട്ടി, ഡിഫറെൻറ്റ് ചെയിൻ കിട്ടി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ചെയിൻ ഐസോമേഴ്സ് ആണ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. എക്സാമിന് 2 എണ്ണമൊക്കെയാണ് ചോദിക്കുള്ളൂ, അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 115 ഒരു ചോദ്യമാണ് കേട്ടോ. ചോദ്യം നമുക്ക് നോക്കാം. വിവിധ സംയുക്തങ്ങളുടെ ഘടനാവാക്യം തന്നിരിക്കുന്നു. അവയെ വിവിധ ഐസോമർ ജോഡികളായി പട്ടികപ്പെടുത്തുക. അപ്പോൾ ഓരോ സംയുക്തത്തിൻ്റെയും IUPAC നാമം കൂടി നമുക്ക് എഴുതണം കേട്ടോ. അപ്പോൾ ഐസോമർ ജോഡികളായി പട്ടികപ്പെടുത്താൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓരോന്നിൻ്റെയും മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. തന്മാത്രാ വാക്യം ഒന്ന് എഴുതണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും മോളിക്കുലർ ഫോർമുല വരുന്നത്. ഇനി നമുക്കിതിൽ ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാലോ എളുപ്പത്തിൽ. ഫസ്റ്റും തേർഡും ഒരേ തന്മാത്രാ വാക്യമാണ് അല്ലേ. അപ്പം ഇത് രണ്ടും ഐസോമറുകളാണ്. ഇനി സെക്കൻഡും ഫോർത്തും ഇത് സെക്കൻഡ് പെയർ ഓഫ് ഐസോമേഴ്സ്. ഇനി നമുക്കിതിൻ്റെ IUPAC നാമം കൂടി എഴുതി നോക്കിയാലോ. അതിനു മുന്നേ ഇതൊക്കെ ഏത് ഐസോമറുകളാന്ന് കൂടി കണ്ടുപിടിക്കണം അല്ലേ. 1 ഉം 3 ഏത് ഐസോമേഴ്സ് ആണ്? രണ്ടിലും ചെയിനിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പം അത് ചെയിൻ ഐസോമറുകളാണ്. ഇനി 2 ഉം 4 ഏത് ഐസോമേഴ്സ് ആണ്? 2 ഉം 4 ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മറ്റേ ആൽക്കോക്സി ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് അല്ലേ. ഇത് ഈതറാണെങ്കിൽ ഇതൊരു ആൽക്കഹോളാണ്. അപ്പം 2 ഉം 4 ഏത് ഐസോമറുകളാണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ IUPAC നാമം എഴുതിയാലോ. ഒന്നാമത്തതിന്റെ പേര് എന്ത് വരും? 6 കാർബൺ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെയിൻ ആയിട്ട്, അതുകൊണ്ട് ഇതിന്റെ പേര് ഹെക്സെയിൻ എന്ന് വരും. രണ്ടാമത്തെ കോമ്പൗണ്ട്, രണ്ടാമത്തത് ഒരു ഈതറാണ് അല്ലേ. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് നമ്മൾ പറയും. അതായത് ചെറിയ ചെയിനിനെ നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് എടുക്കും. ഇതാണ് ചെറിയത് അല്ലേ. അപ്പോൾ നമ്മളിതിന് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മീത്തോക്സി എന്ന് പറയും. നീളം കൂടിയ ചെയിൻ ഏതാ? ഇതാണ്. അപ്പം മീത്തോക്സി ഈതെയിൻ. ഇനി മൂന്നാമത്തത് ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൽ നമ്പർ ചെയ്യാം. 4, 5. രണ്ടാമത്തെ കാർബണിലാണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പേരെന്ത് വരും? 2 മീഥൈൽ. മൊത്തം മെയിൻ ചെയിനിൽ 5 കാർബൺ ആയതുകൊണ്ട് പെൻറ്റെയിൻ. ഇനി ലാസ്റ്റ് വൺ ഒരു OH ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട് ഒന്നാമത്തെ കാർബണിൽ അല്ലേ. ഒന്നാമത്തെ കാർബണിൽ. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? പ്രൊപ്പനോൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രൊപ്പൻ 1 ഓൾ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നമ്പർ കൂടി സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 115 വിലയിരുത്താം എന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള സംയുക്തങ്ങളിലെ മുഖ്യ ചെയിനുകൾ അടയാളപ്പെടുത്തുക. അതായത് മെയിൻ ചെയിൻ നമ്മൾ അടയാളപ്പെടുത്തണം. മെയിൻ ചെയിനിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറഞ്ഞു. എങ്ങനെ അടയാളപ്പെടുത്തണം? ഏറ്റവും നീളം കൂടിയത് നോക്കണം അല്ലേ. അപ്പോൾ ബ്രാഞ്ച് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നീളം കൂടിയത് നമ്മൾ നമ്പർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് നമ്പർ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്പർ ചെയ്യുമ്പോൾ അതിൽ 4 കാർബൺ ആറ്റംസേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. 3, 4, 5. ഇപ്പൊ നോക്കിക്കേ, 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു മെയിൻ ചെയിൻ നമുക്ക് കിട്ടി. അതിൽ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ബ്രാഞ്ചും കിട്ടി. ഇനി രണ്ടാമത്തെ സംയുക്തം നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ അതിൽ 4 കാർബൺ ആറ്റംസ് ആണ് വരിക മെയിൻ ചെയിനിൽ. നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാലോ. 1, 2, 3, 4, 5. ഇപ്പൊ നോക്കിക്കേ, 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു മെയിൻ ചെയിൻ കിട്ടി. അതിലെ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നമുക്ക് 2 ബ്രാഞ്ചസും കിട്ടി. അപ്പൊ എങ്ങനെ മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം, ചില കാർബൺ ചെയിനുകളിൽ സ്ഥാനസംഖ്യ നൽകിയിരിക്കുന്നത് നോക്കുക. അവയിൽ തെറ്റുള്ളവ കണ്ടെത്തി തിരുത്തി എഴുതുക.
ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വൺ നോക്കാം. സ്ഥാനസംഖ്യ നമ്പറിങ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, 1 2 3 4 5 ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു എന്ത് വരുന്നുണ്ട്, ബ്രാഞ്ച് വരുന്നുണ്ട്. ഇതിന്റെ സ്ഥാനസംഖ്യ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണ് അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കാം. ഇതില് മെയിൻ ചെയിനിൽ നമ്പറിങ് ചെയ്തിരിക്കുമ്പോൾ നോക്കിക്കേ, മെയിൻ ചെയിനിൽ ഇതിൽ നൽകിയിരിക്കുന്നത് അനുസരിച്ചിട്ട് 5 കാർബൺ ആണ് വരുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ രീതിയിൽ ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 6 കാർബൺ ഉള്ള ഒരു ലോങ് ചെയിൻ കിട്ടുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പം ഇതിൽ രണ്ടാമത്തെ, അതായത് ബി നൽകിയിരിക്കുന്നത് തെറ്റായിട്ടാണ്. ഇനി അടുത്ത സംയുക്തം നോക്കാം. ഇതിൽ നമ്പറിങ് ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആകെ 5 കാർബൺ ആണ് മെയിൻ ചെയിനിൽ വരുന്നത്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിക്കേ, മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ. ഇനി ബ്രാഞ്ച് വരുന്നതോ, മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, ഒരു ഈഥൈൽ ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പൊ ഈ നമ്പറിംഗ് അല്ലേ കറക്റ്റ്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിംഗ് തെറ്റാണ് അല്ലേ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കാം. ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട് OH. പക്ഷെ അതിൽ നമ്പർ ചെയ്തിരിക്കുന്ന രീതി നോക്കിക്കേ, OH വരുന്ന കാർബണിൽ 4 നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയാണോ? ഇത് തെറ്റാണ് അല്ലേ. OH വരുന്ന കാർബണിൽ നമ്മൾ ഏറ്റവും കുറവ് നമ്പർ കൊടുക്കണം. അപ്പൊ എങ്ങനെ നമ്പറിങ് വരും? 1 2 3 4 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാ നമ്പറിങ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന സംയുക്തങ്ങളുടെ IUPAC നാമങ്ങൾ എഴുതുക. ഓക്കെ, ആദ്യത്തെ സംയുക്തം നോക്കാം. നമുക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് മെയിൻ ചെയിനിന് നമ്പർ കൊടുക്കാം. ബ്രാഞ്ച് വരുന്ന കാർബണിൽ ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ. ഓക്കെ, 1 2 3 4 5. അതിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പേരെന്ത് കൊടുക്കും? 2 മീഥൈൽ. മെയിൻ ചെയിനിൽ 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻഡെയിൻ. ഇനി അടുത്ത സംയുക്തം നമുക്ക് മെയിൻ ചെയിന് കൺസിഡർ ചെയ്യണം അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കേ, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 4 5 5 കാർബൺ ആണ് നേരെ നോക്കുമ്പോൾ കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വഴിക്കൊന്ന് നോക്കാം. 1 2 3 4 5 6 6 കാർബണുള്ള മെയിൻ ചെയിന് കിട്ടിയില്ലേ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്ത് പേര് വരും? 3 മീഥൈൽ. 6 കാർബൺ ഉള്ളതുകൊണ്ട് ഹെക്സെയിൻ. ഇനി അടുത്ത കോമ്പൗണ്ട് 7 കാർബൺ ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ നമുക്ക് നമ്പറിങ് ചെയ്യാം. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണ് ലീസ്റ്റ് നമ്പർ ഡബിൾ ബോണ്ടിൽ കയറുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? 7 കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ ഹെപ്റ്റ് എന്ന് വരും. ഇനി ഏത് കാർബണിലാണോ ഡബിൾ ബോണ്ട് ഉള്ളത് അതിന്റെ നമ്പർ കൊടുക്കണം. 3 തേർഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട്, അതുകൊണ്ട് ഹെപ്റ്റ് 3 ഈൻ എന്ന് പേര് വരും. ഇനി അടുത്ത സംയുക്തം നോക്കാം. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ പോലെ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ നമ്പറിങ് എങ്ങനെ വരും? 1 2 3 4 5 6 6 കാർബൺ ആറ്റംസ് നേരെ നമ്മൾ എഴുതിയാലും ഇങ്ങനെ ഒന്ന് ചരിച്ചെഴുതിയാലും എന്താണ് ഇത്? ഹെക്സെയിൻ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത സംയുക്തം നമുക്ക് നമ്പറിങ് ചെയ്യാം. 2 ബ്രാഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ബ്രാഞ്ച് വരുന്ന കാർബണിൽ ലീസ്റ്റ് നമ്പർ വരണം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് നിന്ന് നമ്പറിങ് ചെയ്യാം. 4 5. അതിൽ 2ലും 3ലുമാണ് ബ്രാഞ്ചസ് വരുന്നത്. രണ്ടും മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് 2 3 ഡൈമീഥൈൽ പെൻഡെയിൻ. ഇനി അടുത്ത സംയുക്തം നോക്കാം. ഈ കോമ്പൗണ്ടിന്റെ നോക്കിക്കേ, ഇതില് ഒരു കാർബണിൽ 2 ബ്രാഞ്ച് വരുന്നുണ്ട്, മറ്റേ കാർബണിൽ ഒരു ബ്രാഞ്ച്. അപ്പം നമ്മൾ എവിടെ നിന്ന് നമ്പറിങ് തുടങ്ങണം? 2 ബ്രാഞ്ച് വരുന്ന കാർബണിൽ ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ നമ്പറിങ് ചെയ്യണം. ഇങ്ങനെയാണ് കാർബണിന്റെ സ്ഥാനസംഖ്യ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ബ്രാഞ്ചിന്റെ
പൊസിഷൻ നമ്മൾ നമ്മുടെ പേരിൽ IUPAC നെയിമിൽ മെൻഷൻ ചെയ്യണം. അതായത് രണ്ടാമത്തെ കാർബണിൽ തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് നമ്മൾ 2 എന്ന് കൊടുത്തു. ഇനി നാലാമത്തെ കാർബണിലും ഉണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ്, അതുകൊണ്ട് 2 4. മൂന്നിലും മീഥൈൽ ഗ്രൂപ്പ് ആണല്ലോ, അതുകൊണ്ട് ട്രൈ മീഥൈൽ. 2 4 ട്രൈ മീഥൈൽ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5, അതുകൊണ്ട് പെൻറ്റെയിൻ. ഇനി അടുത്ത സംയുക്തം ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് OH വരുന്നുണ്ട്, നടുക്കത്തെ കാർബണിലാണ്. മൊത്തം 5 കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിലുണ്ട്, അതുകൊണ്ട് നമുക്ക് പേര് കൊടുക്കാം പെൻറ്റ് 3 ഓൾ. പെൻറ്റ് എന്നല്ല, സോറി, പെൻഡൻ എന്ന് വരും കേട്ടോ. പെൻഡൻ 3 ഓൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ചെയിൻ, അതിൽ ഫസ്റ്റ് കാർബണിൽ ക്ലോറിൻ. എന്ത് വരും പേര്? 1. ഫസ്റ്റ് കാർബണിലാണ് ക്ലോറിൻ, അതുകൊണ്ട് നമ്മൾ നമ്പർ, അതായത് കാർബണിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ക്ലോറോ എന്ന് കൊടുക്കാം, ക്ലോറോ ബ്യൂട്ടെയിൻ. ഇനി അടുത്ത കോമ്പൗണ്ട് ഒരു COOH ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഈ COH ഗ്രൂപ്പിലത്തെ കാർബണിൽ നമ്മൾ നമ്പറിങ് ചെയ്യണം. അപ്പോൾ മൊത്തം 4 കാർബൺ ഉള്ള ഒരു ചെയിനാണ്. അതിലെ ഫസ്റ്റ് കാർബണിലാണ് അതായത് COH ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബ്യൂട്ടൻ. ടോട്ടൽ 4 കാർബൺസ് ആയതുകൊണ്ട് ബ്യൂട്ടൻ എന്ന് വരും. ഒന്നാമത്തെ കാർബണാണ് COH, അതുകൊണ്ട് 1 ഓയിക് ആസിഡ്, അല്ലെങ്കിൽ നമുക്ക് ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം അല്ലേ. നെയിം തന്നിട്ടുണ്ട് 2 ഡൈ മീഥൈൽ ഹെക്സെയിൻ. അപ്പം ഹെക്സെയിൻ ആയതുകൊണ്ട് നമുക്ക് 6 കാർബൺ ആറ്റംസ് എഴുതാം. 2 3 4 5 6. ഇനി 2 ഡൈ മീഥൈൽ, അതായത് രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, CH3 മനസ്സിലായല്ലോ. 2 എന്ന് പറയുന്നുണ്ട്, അതായത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പം അറ്റത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ വരും? 3. ഇവിടെ 4 വാലൻസി 4 ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഹൈഡ്രജൻ വരില്ല. ഇവിടെ CH2 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 CH3. 2 ഡൈ മീഥൈൽ ഹെക്സെയിൻ ആയി. ഇനി അടുത്തത് ബ്യൂട്ട് 2 ഈൻ. ബ്യൂട്ടാണ് അല്ലേ, അതുകൊണ്ട് 4 കാർബൺ ആറ്റംസ് ഉണ്ടാവും. 3 4. ബ്യൂട്ട് 2 ഈൻ, അതായത് രണ്ടാമത്തെ കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, 2. ഓക്കെ, 1 2 3 4, അതിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു ഡബിൾ ബോണ്ട്. ഇനി നമുക്ക് വാലൻസി ഫില്ല് ചെയ്യാം. ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ ഇവിടെ 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്. അപ്പോൾ ഒരു വാലൻസി കൂടി ഉണ്ട്, അത് ഹൈഡ്രജൻ എടുക്കും. ഇവിടെ സെയിം രീതിയിൽ ഹൈഡ്രജൻ തന്നെ, ഒരു ഹൈഡ്രജൻ. അറ്റത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ. എന്തതിൻ്റെ പേര്? ബ്യൂട്ട് 2 ഈൻ. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, C5H10 എന്ന തന്മാത്രാവാക്യമുള്ള ആൽക്കീനിന്റെ ഘടനാവാക്യം എഴുതുക. ഇതേ സംയുക്തത്തിന്റെ ഐസോമർ ആയ ഒരു അലിസൈക്ലിക് സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസിന്റെ ആൻസർ നോക്കാം. C5H10 എന്നാണ് തന്മാത്രാവാക്യം അല്ലേ. അപ്പം ഇതൊരു ആൽക്കീൻ ആണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിന്റെ ഫോർമുല, മോളിക്കുലർ ഫോർമുല നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അത് ഏതിന്റെ ജനറൽ ഫോർമുലയായിട്ട് ബന്ധപ്പെട്ടതാണ്? CnH2n. എന്തിന്റെ ജനറൽ ഫോർമുലയാണ് ഇത്?
ആൽക്കീനുകളുടെ അല്ലേ, ആൽക്കീനിന്റെ ജനറൽ ഫോർമുലയാണ് CnH2n. അപ്പം C5H10 ഒരു ആൽക്കീനാണ്. ഇതാണ് മോളിക്കുലർ ഫോർമുല. നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. അപ്പം 5 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ 5 കാർബൺ ആറ്റംസ് നമുക്ക് നിരത്തി വരയ്ക്കാം. 4, 5. ഇനി 2 കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട്, ആൽക്കീനാണല്ലോ. അപ്പോൾ ആദ്യത്തെ 2 കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് വരച്ചു. ഇനി ആദ്യത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ വരും, ഇതിലൊരു ഹൈഡ്രജൻ വരും, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2, ഇവിടെ 3 ഹൈഡ്രജൻ. ഇതാണ് ഒരു ആൽക്കീൻ. എന്താ ഈ ആൽക്കീനിന്റെ പേര്? പെൻഡീൻ അല്ലേ, അല്ലെങ്കിൽ പെൻഡ് 1 എന്നും പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇതേ സംയുക്തത്തിന്റെ ഐസോമർ ആയ ഒരു അലിസൈക്ലിക് സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. അലിസൈക്ലിക് സംയുക്തമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അലിസൈക്ലിക് സംയുക്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? സൈക്ലോ പ്രൊപ്പെയിൻ, സൈക്ലോ ബ്യൂട്ടെയിൻ, പിന്നെ സൈക്ലോ ബ്യൂട്ടീനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? C5H10 എന്ന തന്മാത്രാ വാക്യമാണ് ആ അലിസൈക്ലിക് കോമ്പൗണ്ടിന് വേണ്ടത്. അപ്പം 5 കാർബൺ ആണ് എന്ന് വ്യക്തമായല്ലോ. അതായത് 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കണം. അതായത് സൈക്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ ഒരു ഓപ്പൺ ചെയിൻ ആയിരിക്കില്ല. ഈ ചെയിനിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിയിട്ട് ഒരു റിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട്. 4, 5 ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇനി ഓരോ കാർബണിന്റെയും വാലൻസി ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹൈഡ്രജൻ എഴുതാം. ഇവിടെ 2 വാലൻസി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 2 ഹൈഡ്രജൻ വരും. ഇവിടെയും അതുപോലെ തന്നെ 2 ഹൈഡ്രജൻ വരും. എല്ലാ കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻ വീതമാണ് വരിക. ഓക്കെ, അപ്പം ഈ പെൻഡീനിന്റെ ഘടനാവാക്യം നമുക്കറിയാം C5H10 ആണ് അല്ലേ. നമ്മൾ വരച്ച ഈ അലിസൈക്ലിക് കോമ്പൗണ്ടിന്റെ ഘടനാവാക്യം ഒന്ന് നമുക്ക് എഴുതിയാലോ. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ്. ഹൈഡ്രജനോ? ഓരോ കാർബണിലും 2 വീതം അല്ലേ. അതായത് 5ന്റെ ഇരട്ടി 10 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു അലിസൈക്ലിക് കോമ്പൗണ്ട് കിട്ടിയല്ലോ. C5H10 എന്നുള്ള പെൻഡീനിന്റെ ഒരു അലിസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഐസോമർ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ എങ്ങനെ വന്നു എന്ന് കണ്ടല്ലോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നല്ല ചോദ്യം വായിച്ചു നോക്കിയിട്ട് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചോദ്യം നന്നായി വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്ന 6ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ക്ലാസ്സസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഒരു ലൈക്ക് വേണം കേട്ടോ. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.